ഒരു മഷ്റൂമിൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് കൂണ് നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. കുറച്ച് ഏലക്ക, കുരുമുളക്, പെരുംജീരകം, ഗ്രാമ്പു, പട്ട ഇവയെല്ലാം ഒന്ന് ചതച്ചെടുക്കുക. കുറച്ച് ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരമുറി തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ആദ്യം തന്നെ കുഞ്ഞായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ബീൻസിന് ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് അരിഞ്ഞെടുക്കാം. നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടെ കുക്കറിലോട്ടിട്ടിട്ട് ഒരു വിസിലടിച്ചെടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു അര ഗ്ലാസ് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒറ്റ വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. സവോള നമുക്ക് ഇതുപോലെ കുഞ്ഞായിട്ട് മുറിച്ചിട്ട് വീണ്ടും ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കാം. നമ്മുടെ സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കുഞ്ഞായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഈ മസാലേനെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ മഷ്റൂം സ്റ്റൂ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത്. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചതച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞു വെച്ച് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമുക്ക് ഈ സവോള ഗോൾഡൻ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ക്ലീൻ ആക്കി വെച്ച കൂൺ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കൂണിനെ നന്നായിട്ട് വാട്ടിയെടുക്കാം. കൂണൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കൂണിനെ. നമ്മുടെ കൂണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് വേവിച്ച് വെച്ച് പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. നമുക്കിനി ഒന്നാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ട് കൊടുക്കാം. താങ്ക് യു.